കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുത്തൻ ഇന്നോവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 2021 മോഡൽ ഇന്നോവയാണ്. വളരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് എന്നൊക്കെ പറയാം. നമുക്ക് സീറ്റൊക്കെ നോക്കി നമ്മൾ ഷോറൂമിൽ എങ്ങനെ കാണുന്നത് ആ സെറ്റപ്പിലാണ് വണ്ടി ഇരിക്കണം. കിലോമീറ്റർ ഒന്നും കയറ്റുള്ള ഓട്ടോ ഒന്നുമില്ല. ഇന്നോവ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം മിനിമം ഒരു 70-80 കിലോമീറ്റർ എല്ലാ വണ്ടി ഓടിയിട്ടുണ്ടാവും. പക്ഷേ ഈ വണ്ടി അത്രയൊന്നും ഓടിയിട്ടില്ല കേട്ടോ. ജസ്റ്റ് 21,000 കിലോമീറ്റർ മാത്രമേ വാഹനം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കണം. 2000 ഐ ഡി വാല്യൂ 17,70,000 രൂപ ഐ ഡി വി നിലവിൽ നിൽക്കുന്നുണ്ട് വാഹനത്തിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം കണ്ടുവരാം. ഇന്നോവ ക്രിസ്റ്റ 2.4G വാഹനം ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു ഇന്നോവയാണ്. ഇത് 2021 മോഡൽ ഇന്നോവയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടി. ഒരു പൊടിക്ക് പോലും സ്ക്രാച്ച് നമുക്ക് എവിടെയും കിട്ടുന്നില്ല. വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവൽ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ ഡീസലാണ്. വെറും 21,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്തായിരിക്കും ഇത് കൊടുക്കാനുള്ള കാരണം എന്ന്. അത് നമുക്കിപ്പോൾ ഇതിൻ്റെ ഓണറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ നിലവിൽ ഈ വാഹനത്തിൽ യാതൊരു രീതിയിലുള്ള കംപ്ലയിൻറ്റോ ഒരു ആക്സിഡൻറ്റോ സംഭവങ്ങളോ ഒന്നും നമുക്ക് ഈ വാഹനത്തിലില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പിന്നെ നമ്മളൊരു പുതിയ ഇന്നോവ ക്രിസ്റ്റ ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ക്രിസ്റ്റ ഇപ്പോൾ നിലവിൽ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിർത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ മോഡൽ കൂടിയ ക്രിസ്റ്റക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു പുതിയ വണ്ടി എടുക്കുന്നതിൻ്റെയൊക്കെ പരിസരത്തൊക്കെ ആ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്റ്റോക്ക് കണ്ടീഷനൊക്കെ നമുക്കോട് പറയാം. ഇനി നമുക്കിതിൻ്റെ വീലാർച്ചും എയർ കണ്ടീഷനൊക്കെ നോക്കിയേക്കാം. നല്ല നീറ്റ് അടിക്കുന്ന വീലാർച്ച്, നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലും ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു ബോണറ്റിലും കിട്ടുന്നില്ല. കേട്ടോ, നല്ല നീറ്റ് അടിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ലാമ്പ് നോക്കാം. ലാമ്പായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഫോഗ് ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. പിന്നെ ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ ഇവിടെ ലോവർ ലിപ്പും അതേപോലെ ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളും ശ്രദ്ധിക്കാം. ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഇവിടുത്തെ വീലാർച്ചായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാം. ടയർ കണ്ടീഷൻ ആയാലും നല്ല ഗ്രിപ്പുള്ള ടയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സൈഡ് ഡോർസ് നോക്കാം. ഡോറിലും ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. താഴെ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പും ഇവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെയിൻ വൈസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. വണ്ടി ഡീസലാണ്. പിന്നെ ഇവിടെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് അലോയ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് സ്പോയിലേഴ്സ് വരുന്നുണ്ട്. വിൻഷീൽഡ് കാണാം. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഫാൻസി നമ്പറാണ് വരുന്നത്. ഇവിടെ ബമ്പേഴ്സ് നോക്കാം. എക്സ്ട്രാ പ്രൊട്ടക്റ്റഡ് ആ ഒരു ബമ്പർ ഗാർഡും നമുക്കിവിടെ തന്നുന്നുണ്ട്. വീലാർച്ച് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ റൈറ്റ് സൈഡിലെ 2 ഡോർ നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഡോർ പാഡ്സ് ആയാലും നീറ്റ് അടിക്കുന്ന ഡോർ പാഡ്സ് കാണാം. നല്ല 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ആയാലും നല്ല നീറ്റ് അടിക്കുന്ന ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാം. അതേപോലെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഡാഷ്ബോർഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. എയർ ബാഗ് സപ്പോർട്ടും ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. കാണാം. അതേപോലെ നമുക്കിനി ലോവർ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട്. മാനുവലാണ് വന്നേക്കുന്നത്. ഗിയർ നോബ്. ഇവിടെ ഡോർസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെയും ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഇവിടെ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർ പാഡ്സ് കാണാൻ പറ്റും. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാം. ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് മിഡിലിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബോണറ്റൊക്കെ ഒന്ന് അപ്പിയതേക്കാം. ഞാൻ ലിഡൊന്ന് അപ്പിയട്ടെ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന എൻജിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ സ്പോട്ട് ചെയ്യാം. ക്യാമറ വളരെ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. കേട്ടോ, പുത്തൻ വണ്ടി കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഈ ഒരു എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാര്യമായിട്ട് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ അഡ്ജസ്റ്റിലേക്ക് നോക്കാം. ലിഡിലേക്ക് നോക്കാം. ലിഡ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡും കൂടെ കിട്ടുന്നുണ്ട്.
നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. ഇനി നമുക്ക് പയ്യെ ഇതിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് സ്പേസ് കാര്യങ്ങളൊക്കെ അവസ്ഥ നോക്കിയേക്കാം. ലിഡൊന്ന് അപ്പ് ചെയ്യണം. ലിഡ് അപ്പ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്, നമ്മൾ സാധാരണ പഴയ ഇന്നോവനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു സ്പേസ് നമുക്ക് ക്രിസ്റ്റയിൽ കിട്ടുന്നുണ്ട്. കാരണം ഇത് കുറച്ചൊരു വലിയ വാഹനമായതുകൊണ്ട് തന്നെ സ്പേസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും എഡ്ജസ് നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ്. നമുക്ക് ഇനി ടയർ കണ്ടീഷൻ നോക്കിയേക്കാം. ടയർ കണ്ടീഷൻ്റെ അവസ്ഥ നോക്കാം. ടയർ പുത്തൻ ടയേഴ്സ് തന്നെയാണ്. കണ്ടോ? നല്ല ഒരു രീതിയിലുള്ളൊരു ഗ്രിപ്പ് കുറവ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു ക്രിസ്റ്റയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു ഇന്നോവ ക്രിസ്റ്റ കണ്ടു കഴിഞ്ഞു. ക്രിസ്റ്റനെ കുറിച്ച് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷറി ഫീലിൽ നമുക്ക് നല്ല യാത്രാസുഖം ഉള്ളൊരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ്. നിലവിൽ ഇതിൻ്റെ മൈലേജ് എത്ര കാണിക്കേണ്ടതെന്ന് അറിയോ? 13 കിലോമീറ്റർ നിലവിൽ മൈലേജ് കാണിക്കേണ്ട ഈ വാഹനത്തിന്. ഓക്കെ, സിറ്റി മൈലേജ് ആണ് പറയണത്. നമ്മൾ ഹൈവേ മൈലേജ് എന്ന് പറഞ്ഞാൽ സിറ്റി മൈലേജ് 13 കിലോമീറ്റർ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2021 3-ാം മാസം പുറത്തേക്ക് വന്നേക്കണ ഒരു വണ്ടിയാണിത്. പിന്നെ മാത്രമല്ല കിലോമീറ്റേഴ്സ് 21,900 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഐ ഡി വാല്യൂ 17,70,000 ഐ ഡി വാല്യൂ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കിടക്കണേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിങ് പ്രൈസിലേക്ക് നോക്കാം. ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22,30,500 രൂപ ആസ്കിങ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. അതുകൂടാതെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയക്കാം. വോയിസ് മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ക്രിസ്റ്റയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വരുന്നുണ്ട്. ഫോളോ ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.